ലാസ്യ നടനമാടിയ മോഹിനിയാട്ട കലയിലേക്ക് പൗരുഷത്തോടെ വന്നു കയറി വേദി കയ്യിലെടുത്ത ഒരു നർത്തകൻ. കേരളത്തിന്റെ തനതു കലാരൂപങ്ങളായ മോഹിനിയാട്ടത്തിലും കേരള നടനത്തിനും അസാമാന്യമായ പാണ്ഡിത്യമുള്ള വ്യക്തി ശ്രീ സന്തോഷ് മാഷ്. സന്തോഷ് മാഷാണ് ഇന്ന് ചാനൽ മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ മോഹിനിയാട്ടവും കേരള നടനവും ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഏതാണ് ചോദിക്കേണ്ടതെന്ന്. പക്ഷെ മാഷ തകർത്താടിയ മോഹിനിയാട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഒരു കലോത്സവ വേദികളിലെ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ മത്സരരംഗത്ത് ചെറുപ്പം മുതലേ നൃത്തവിദ്യ അഭ്യസിക്കുന്ന ഒരാളാണ്. അപ്പോൾ മോഹിനിയാട്ടം ഇക്കൊല്ലം ടീച്ചേഴ്സ് കലോത്സവത്തിന് ഒരു എൻട്രി വന്നു. അപ്പം എൻ്റെ സ്കൂളിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് മോഹിനിയാട്ടം അവതരിപ്പിക്കാം എന്ന് സാറിനോട് പറഞ്ഞപ്പോൾ ആ സാർ അത് എൻട്രി ആയി. അങ്ങനെ പുരുഷ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ മോഹിനിയാട്ടം അവതരിപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ പുരുഷൻ്റെ വേഷത്തിലാണ് ഞാൻ മോഹിനിയാട്ടം ആ നർത്തകരുടെ കൂടെ അവതരിപ്പിച്ചത്. അതിലെനിക്ക് 3ാം സമ്മാനം നേടുകയുണ്ടായി. അത് കുറച്ചും കൂടിയും അങ്ങനെ വൈറലായി, കുറച്ച് ആൾക്കാർ നമ്മളെ അറിയാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യത്തെ ആ കലോത്സവ വേദികളിലെ സാർ പഠിപ്പിച്ച കുട്ടികളുടെ അവരുടെയൊക്കെ മത്സരങ്ങളിൽ എങ്ങനെയായിരുന്നു? ഞാൻ പഠിപ്പിച്ച കുട്ടികളിൽ നിന്ന് ഒരുപാട് കുട്ടികൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലും യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ പ്രൈസുകൾ കിട്ടുന്നുണ്ട്. ജില്ലകളിലൊക്കെ പ്രൈസ് കിട്ടാറുണ്ട്. മോഹിനിയാട്ടം ഈ വർഷം ഞാനൊരു പുതിയ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും ഈ വർഷം ജില്ലാ കലോത്സവത്തിന് ഫസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യമായിട്ടൊരു മോഹിനിയാട്ടം ഇങ്ങനെ ഈ വർഷം മത്സരിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു ആശയമായിരുന്നു. ഒരു നർത്തകൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതായിരിക്കും? മോഹിനിയാട്ടമാണോ അതോ മറ്റ് കലാരൂപങ്ങളിൽ ഏതെങ്കിലും പെട്ടെന്നാണോ? നർത്തകൻ എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഭരതനാട്യമായിരുന്നു. ഭരതനാട്യത്തിനോടും ഇപ്പോഴും ഇഷ്ടമാണ്. അതിനുശേഷം ഒരു 10-26 വർഷങ്ങൾക്ക് മുമ്പ് കേരള നടനം എന്നൊരു കലാരൂപം ഇങ്ങനെ മത്സരരംഗത്ത് വരുന്നു. അത് കണ്ടപ്പോൾ കുറച്ചും കൂടി അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൽ കൂടി ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ കൂടുതലും കേരള നടനാണ് പഠിപ്പിക്കുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. പിന്നെ ഭരതനാട്യം പഠിപ്പിക്കാറുണ്ട്. പിന്നെ മോഹിനിയാട്ടം കേരളത്തിലുള്ള തനത് കലാരൂപങ്ങളെ നമ്മൾക്ക് അവതരിപ്പിക്കുക എന്ന് പറയുന്ന മനസ്സിലുള്ള സന്തോഷം വേറെ ഒന്നല്ലേ. പിന്നെ അഭിനയിക്കാൻ പ്രാധാന്യമുള്ള ഏറ്റവും വലിയൊരു നൃത്തരൂപമാണ് മോഹിനിയാട്ടവും കേരള നടനം. ആ അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനത് സ്പെഷ്യലൈസ് ചെയ്തത്. അതെ, എക്സ്പ്രഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഒരുപാട് പ്രാധാന്യമുണ്ട് അതില്. നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. നമ്മളൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ചടുലത കൂടുതലാണ്. അഭിനയം സഞ്ചരിക്കാൻ അധികം പറ്റില്ല. ആ സമയത്ത് മോഹിനിയാട്ടത്തിലാണ് കേരള നടനത്തിലാണ് നമുക്ക് അഭിനയിച്ചുകൊണ്ട് സഞ്ചരിക്കാം. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തത്. ഓക്കെ. അപ്പൊ കുട്ടികളൊക്കെ വരുമ്പോ ഏതാണ് ചൂസ് ചെയ്യുക? എനിക്കിതാണ് ഇഷ്ടം, ഭരതനാട്യമാണ് ഇഷ്ടം എന്ന് കൂടുതലും ചൂസ് ചെയ്യുന്നത് ഏത് കലാരൂപമായിരിക്കും? ഇപ്പൊ ചില കുട്ടികൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഭരതനാട്യം, ചിലർ ബോഡി സ്ട്രക്ചറിനനുസരിച്ച് വരുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ മെലിഞ്ഞ കുട്ടികളും പറഞ്ഞ വണ്ണം കൂടിയ കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ അവർക്ക് ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അതാ ചെയ്യാം. പക്ഷെ മെലിഞ്ഞ കുട്ടികളായാലും കേരള നടനം ചെയ്താൽ അത് ഭംഗിനെയാണ്. പക്ഷെ അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി. അത് വണ്ണം കുറഞ്ഞുകൊണ്ടൊന്നും നമ്മൾക്ക് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ പാടില്ല എന്നോ കേരള നടനം അവതരിപ്പിക്കാൻ പാടില്ല എന്നോ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ആ കഥാപാത്രത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചെയ്യുന്ന അതാണ് വേണ്ടത്. ഒരു സാധാരണ ലെവലിൽ ഒരു സാധാരണക്കാരനെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ഒരു നർത്തകനും നർത്തകിയുടെ ലക്ഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടത്. മാഷുടെ FB പ്രൊഫൈല് നമുക്ക് കാണാം, സിവിൽ എഞ്ചിനീയർ ആണ്. അതിൽ തന്നെ പറയുന്നുണ്ട് മാഷ് ഫുട്ബോൾ പ്ലെയറും കൂടിയാണെന്ന്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് ഡാൻസ് മാഷ് എന്നുള്ള ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഒരുപാട് ചെറുപ്പം മുതലേ നൃത്തവും സ്പോർട്സും പോലെ കൊണ്ട് നടന്നതാണ്. അപ്പൊ ഞാൻ ഫുട്ബോളും വോളിബോളും ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, അത്ലറ്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഞാൻ ടൂർണമെന്റ്സ് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷെ നൃത്തം വേറെ, സ്പോർട്സ് വേറെ. പക്ഷെ നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ബോഡി ലാംഗ്വേജിലാണ് കഥ. കാരണം നൃത്തം ചെയ്യുമ്പോൾ വേറെ ബോഡി ലാംഗ്വേജും സ്പോർട്സ് ചെയ്യുമ്പോൾ വേറെ ബോഡി ലാംഗ്വേജും. അത് നമുക്ക് ദൈവം തന്നൊരു കഴിവാണ് എന്ന് ഞാൻ പറയുള്ളൂ.
പിന്നെ ഞാൻ കുറേശ്ശെ വരയ്ക്കും. വരയ്ക്കാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ വരയ്ക്കും. അത് ഒരു പ്രാവശ്യം നമ്മൾ നോക്കിയിരുന്നാൽ എനിക്കത് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ എഞ്ചിനീയറിങ് പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എഞ്ചിനീയർ ആയതുകൊണ്ടാണ്, അച്ഛൻ്റെ പ്രൊഫഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എഞ്ചിനീയറിങ്. പക്ഷേ അതും ഞാൻ ജോലി ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നല്ല എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഈ നൃത്തം എന്ന് പറഞ്ഞ സാധനം നിർത്തി കളഞ്ഞ ആളാണ്. പക്ഷെ തിരിച്ച് എന്നെ ഒരു വ്യക്തിയാണ് തിരിച്ച് എന്നെ ഉള്ളിലേക്ക് ഇത് കൊണ്ടുവന്നത്. അത് മരിച്ചുപോയ ഒരു പൈസാർ എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായുള്ള പൈസാറ്, അച്ഛൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു പൈസാറാണ് എന്നെ തിരിച്ച്, നിന്റെ ഉള്ളിലൊരു കലയുണ്ട്, ആ കല ഒരിക്കലും നശിപ്പിക്കരുത്, ദൈവം തന്ന കഴിവാണ്, അതൊരിക്കലും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കുട്ടീനെ, കിട്ടിയ കുട്ടി ആദ്യമായിട്ട് പഠിക്കുക, അത് ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികളെ കിട്ടുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുക. പക്ഷെ ഞാൻ അവിടെ പഠിപ്പിച്ചൊരു ബ്രാഹ്മിൺസിന്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ എന്താണ് നൃത്തം, എന്താണ് സംഗീതം എന്ന് അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ്. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ കാരണം അവരുടെ ഓരോ പ്രചോദനങ്ങളാണ്. അവർ ഇന്നതുപോലെ ചെയ്യണം സാറേ, ഇന്നതുപോലെ ചെയ്യണം, എന്നാലാണ് നമ്മൾ കയറി വരിക. അത് നൃത്തം എന്ന് പറഞ്ഞാൽ സംഗീതവും വേണം, താളവും വേണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആളെ എന്നോട് പാട്ട് പഠിക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മൃദംഗം പഠിക്കാൻ പറഞ്ഞു. അപ്പൊ താളവും സംഗീതവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നൃത്തമാവുള്ളൂ. ഇപ്പൊ ഏതാണ് അറിയാത്തത് എന്നുള്ള ഒരു ചോദ്യമാണ്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഗായകനാണ്, ഡാൻസറാണ്, ചിത്രകാരനാണ്, സിവിൽ എഞ്ചിനീയർ ആണ്, ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഇനി ഏതെങ്കിലും ഉണ്ടോ? ബാക്കിയില്ല. ഒന്നുമില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സർ, അപ്പോ കലാരംഗത്ത് എത്ര വർഷമായി ഇപ്പൊ തുടരുന്നു? അതുപോലെ തന്നെ ഈ ഒരു മേഖലയാണ് എന്റെ വഴി എന്ന് തെരഞ്ഞെടുത്തത് എപ്പോഴായിരുന്നു? ഞാൻ പഠിച്ചത് 1-ാം ക്ലാസ് മുതലാണ് പഠിച്ചത്. നൃത്തം പഠിച്ചു തുടങ്ങുന്നത് 1-ാം ക്ലാസ് മുതൽ. പക്ഷെ ഇത് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അങ്ങനെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് ശാന്തിനികേതൻ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ അവിടെ ആനുവൽ ഡേക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടും. വേറെ ഏതെങ്കിലും സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, പുറത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ കേരള നടനം ഒരു തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ജില്ല വരെ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഓൺലൈൻ ആയിട്ടാണോ? ഓൺലൈനല്ല, ഓഫ്ലൈൻ. ഞാൻ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ എങ്ങനെ പോവാനായിട്ട്? അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നമ്മളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കൂടെ വൈറലായി പോവുകയാണ് എല്ലാവരും. പക്ഷെ എൻ്റെ ഗുരുക്കന്മാരെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, നിന്നിലുള്ള കലയുണ്ടെങ്കിൽ അത് നിന്നെ തേടി വരും. അതാണ് പഴയ ഗുരുക്കന്മാർ പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ കലയുണ്ടെങ്കിൽ, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ തേടി വരും. ഇപ്പൊ കലോത്സവ സമയം ആവാറായിട്ടുണ്ട് അല്ലെ? ഉപജില്ലാ കലോത്സവം തുടങ്ങി. ഇപ്പോൾ തിരക്കിലാണ്. അതിന്റെ തിരക്കിലാണോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ചുരുങ്ങിയത് ഒരു 11 ജില്ലയിൽ പഠിപ്പിക്കുന്നുണ്ട് കേരള നടനം. ഇപ്പൊ എല്ലാ വർഷവും നമുക്ക് സ്റ്റേറ്റ് ലെവലൊക്കെ വരാറുണ്ട് കുട്ടികൾ. കഴിഞ്ഞ വർഷം 9 ജില്ലയിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു സ്റ്റേറ്റിൽ. എല്ലാവർക്കും എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ കേരള നടനത്തിന് എനിക്ക് സ്റ്റേറ്റ് ലെവലും യൂണിവേഴ്സിറ്റി ലെവലും, യൂണിവേഴ്സിറ്റി എന്ന് കാലിക്കറ്റ് MG കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ കേരള നടനത്തിന് പ്രൈസ് വരാറുണ്ട്. കേരള നടനം എന്ന് പറഞ്ഞാൽ സാതിരുന്നാൾ മ്യൂസിക് കോളേജിന്റെ കോഴ്സ് ഉണ്ട്. പക്ഷെ അത് ആർക്കും അറിയില്ലായിരുന്നു. അത് ഞാൻ അറിഞ്ഞത് ഈ കേരള നടനം മത്സര രീതിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ മ്യൂസിക് കോളേജിലെ കേരള നടനം മെയിൻ ആയിട്ടുള്ള ഇത് കലാരൂപമാണ്. ഈ മോഹിനിയാട്ടത്തിന് കലോത്സവത്തിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലെ കേരള നടനത്തിന് കൊടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? അതുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യം കേരള നടനം വരുമ്പോൾ ആൾക്കാർ എന്നെ മനസ്സിൽ ഞാൻ ഈ ആർട്ടിനെ കാണുമ്പോൾ മോഹിനിയാട്ടത്തിനായിരുന്നു കൂടുതൽ ആൾക്കാർ പ്രാധാന്യം കൊടുത്ത്. അപ്പൊ ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ മത്സരരീതിയിൽ കാണുമ്പോൾ ഐറ്റംസ് എണ്ണം തയ്ക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. മോഹിനിയാട്ടത്തിന് പ്രൈസ് കിട്ടില്ല, എന്നാ കേരള നടനം പഠിപ്പിക്കാം. പക്ഷെ അതിന്റെ ആധികാരികമായിട്ട് പഠിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നല്ല. അപ്പൊ അതിന് പ്രാധാന്യം, ഇതൊരു ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിലേക്ക് കേരള നടനം എന്നോട് പറയുമ്പോൾ കേരള നടനം ഇതെന്ത് കാര്യം, ഇങ്ങനത്തെ നൃത്തരൂപം എന്താന്ന് അങ്ങനെ ചോദിച്ച കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതിന് ഇപ്പോ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ലെവലിൽ വന്നു. ഇപ്പോൾ കുറെ പേര് ഇപ്പൊ എൻ്റെ ഗുരുക്കന്മാർ പല ജില്ലകളിലും ഇതിന്റെ വർക്ക്ഷോപ്പുകളും അതിന്റെ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇതിനെക്കുറിച്ച് കുറെ കൂടി വിപുലീകരിച്ച് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികള് ഈ ഒരു ഡാൻസ് എന്ന നൃത്തത്തിലായാലും അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ മാത്രമാണ്. അത് കലയോടുള്ള കൂടുതൽ അഭിനിവേശം കൊണ്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അതൊരിക്കലും ഇല്ല. അവരിപ്പോ പാരന്റ്സ് എന്ന് പറയുന്ന കുട്ടികളെ അരങ്ങേറ്റം കഴിയുമ്പോഴേക്കും എത്രയും വർഷങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടി വന്നാലാണ് നമ്മളൊരു ലെവലിൽ എത്തുള്ളൂ. ഇപ്പൊ പാരന്റ്സ് എന്ന് അരങ്ങേറ്റം കഴിയുമ്പോഴേക്കും എൻ്റെ കുട്ടീനെ മത്സരത്തിൽ കൊണ്ടുപോകണം. അത് കൊണ്ടുവരണമെങ്കിൽ അത് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഹാർഡ് വർക്ക് ഇല്ലാതെ നമ്മൾ ഒരു കാലത്തും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ചില കുട്ടികൾ നമ്മൾ ചില കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞാൽ നമ്മൾ മത്സരത്തിലേക്ക് കൊണ്ടുപോകും. ചിലർക്ക് ബോൺ ടാലന്റ് ഉണ്ടാവും, ചില കുട്ടികളെ ദൈവം കൊടുത്ത കഴിവുണ്ടാവും. അത് എത്ര ചെറിയ കുട്ടികളായാലും അവരുടെ ഉള്ളിൽ ആ കഴിവ് എപ്പോഴും ഉണ്ട്. അത് അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ അവർ കയറി വരും. അത് അരങ്ങേറ്റം കഴിഞ്ഞാലും ചിലവർ കണ്ടിന്യൂ ചെയ്യും. ഇന്ന് ഞാൻ കാണുന്ന അരങ്ങേറ്റം കഴിയുമ്പോഴേക്കും പാരന്റ്സിന് ഇതോടുകൂടി കഴിഞ്ഞു, നൃത്തമൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതല്ല, അതിനപ്പുറത്തേക്ക് കുറെ സഞ്ചരിക്കാനുണ്ട്. ഒരു കുട്ടിയുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടത് എല്ലാതും വേണം. പഠിപ്പും വേണം, അതിൽ കൂടെ കലയും വേണം, സ്പോർട്സും വേണം, എല്ലാം വേണം. അല്ലാണ്ട് ഒരു 10ാം ക്ലാസ് കൊണ്ട് മാർക്ക് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ പഠിപ്പിന് മാത്രം, പഠിപ്പ് വേണ്ടെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷെ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, പ്രൈസിന് വേണ്ടി ആരും എൻ്റെ അടുത്ത് പഠിക്കണ്ട. നമ്മൾ ചെയ്യുന്ന കല ആത്മാർത്ഥത്തോടെ ചെയ്യുക. ആ 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് കിട്ടുന്ന കഴിവാണ്, അതിൽ നന്നായി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ജോലി. അതാണ് ഞാൻ കുട്ടികളോട് പറയാറുള്ളത്. അല്ല, പ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുട്ടീനോട് പഠിപ്പിക്കാറില്ല, പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ അത് അത് കൊടുക്കുന്നതല്ല, അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഒരു മത്സരമല്ല അത്. മത്സരത്തിനുപരി അവരെ മനസ്സിന് സന്തോഷം തരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതാണ് വേണ്ടത്. ചില സ്ഥലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോ തെക്കൊക്കെ ഭയങ്കര വാശി അവർക്ക്, ഭയങ്കര വാശി പിള്ളേരോടൊക്കെ അങ്ങനെ ഭയങ്കര. എന്നോട് പല കുട്ടികളും പറയാറുണ്ട്, സാറാ അവരിങ്ങനെ പറയുന്നുണ്ട്, അവരിങ്ങനെ പറയുന്നത്, അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചു, അവർ ഭയങ്കര വാശി പുറത്താണെന്നൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ ഇങ്ങനെയാണ് മനുഷ്യരെന്നിരിക്കും. നമ്മളിപ്പോ പറഞ്ഞത് അതിൽ തന്നെ മനസ്സിലാവും. ചില കലോത്സവ വേദികളിൽ നമുക്ക് ന്യൂസിലൊക്കെ കാണാനായിട്ട് സാധിക്കും, ഈ പാരന്റ്സ് തമ്മിലാണ് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കുന്നത്. കുട്ടികൾക്കില്ലെങ്കിലും പാരന്റ്സിനാണ് മത്സരബുദ്ധി. എൻ്റെ മകള് ഇന്നതാവണം, എൻ്റെ മകൾക്ക് കലാതിലകം വേണം, ആ ഒരു രീതി കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത് ഉണ്ടോന്ന് അറിയില്ല. ഉണ്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളുടെ പാരന്റിന് വെച്ചാൽ എൻ്റെ മകൾക്ക് ഫസ്റ്റ് കിട്ടണം. അത് ഒരാളെന്നല്ല, എല്ലാവരുടെ മക്കളും. ഞാൻ പറയുന്നത്, എന്നോട് പലരും ഞാൻ ഇതുവരെ ജഡ്ജിമെന്റ് കസേരയിൽ ഇരുന്നിട്ടില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ഒരു കുട്ടികളുടെ ശാപം വലിച്ചേറ്റണ്ടെന്ന് വെച്ചിട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ പാരന്റ്സിനോട് പറയുന്നത്, എൻ്റെ മകൾ മാത്രം കളിക്കുന്നത് കാണാൻ പാടില്ല. മറ്റുള്ളൊരു കുട്ടികളുടെ നിലവാരം കൂടി കാണണം. എൻ്റെ മകള് കളിച്ചത് മാത്രം നന്നായി എന്ന് പറയുന്നത് ഞാൻ ഒരാളോട് ഞാൻ യോജിക്കില്ല. എല്ലാ കുട്ടികളും 14 പേരുണ്ടെങ്കിൽ ആ 14 പേര് കളിക്കുന്നത് നോക്കണം. അവരെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കി വേണം എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടണത്. ഇതൊന്നും കാണാതെയാണ്. കിട്ടില്ലെങ്കിൽ തല്ലുകൂടല്. അതല്ല, മറ്റുള്ളവർ ചെയ്യുന്നത് നല്ല കഴിവിൽ ചെയ്തിട്ട്. പിന്നെ മത്സരമാണ് ഇത്. മത്സരവേദിയിൽ ഇപ്പൊ പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മത്സരവേദിയിൽ ഇങ്ങനെ അർഹതപ്പെട്ടവർക്കൊന്നല്ല കിട്ടണത്, അത് വേറെ ഘടകം. പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ് വരുന്നത്. മത്സരവേദിയിൽ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്കല്ല വരുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ, കുട്ടികൾ നന്നായി കളിക്കുന്നുണ്ട്, അപ്പോഴാണ് ഈ പാരന്റ്സ് കംപ്ലൈന്റ് ചെയ്യുന്നത്. നമ്മളുടെ ന്യൂസിലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ, ഈ പാരന്റ്സ് ഈ ജഡ്ജസിനെ വന്ന് തല്ലുകയാണ്. ഇങ്ങനത്തെ ആ ഒരു ന്യൂസ് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്. ജഡ്ജസിന് കിട്ടില്ലെങ്കിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ജഡ്ജസിനെ കുറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ജഡ്ജസിനോട് നമ്മൾ പറയുന്നത്, എല്ലാ കുട്ടികളും വളരെയധികം കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. എല്ലാ ഹാർഡ് വർക്ക് ചെയ്യുന്നു. ചില ആൾക്കാർ നമ്മൾക്ക് പല മത്സരവേദിയിലും ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, നമ്മൾ കുറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളത് കാണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ എല്ലാ കുട്ടികളും കഷ്ടപ്പെട്ടിട്ട് തന്നെ. എല്ലാവരും ഇപ്പൊ എല്ലാ തരത്തിലുള്ള കുട്ടികളുണ്ട്. വളരെ കുറഞ്ഞ ലെവലുണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ഹൈ ലെവലുണ്ട്. അപ്പൊ അത് അവർക്കൊക്കെ കയറി വരുന്ന ഉള്ളിലുള്ള ബോൺ ടാലന്റ് ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതാണ് ജഡ്ജസിന് ഒരു കലാരൂപങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല. വന്നിരിക്കുന്നവർക്ക് നമ്മൾക്കിപ്പോൾ എല്ലാം പഠിച്ചിരിക്കണമെന്ന് നമ്മൾ പറയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു കലാരൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കഥ ചെയ്യുമ്പോൾ ആ കഥയെ പൂർണ്ണമായി വ്യക്തമായിട്ടുള്ള അറിവ് വേണം ജഡ്ജസിന്. ഇപ്പൊ അടുത്തൊരു സ്കൂളിൽ നടന്ന സംഭവമാണ്. ആ കുട്ടി കളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയുള്ളൂ. ആ ടീച്ചർ കമന്റ് പറഞ്ഞതിനുള്ള ചോദ്യം ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ കേരളം നടനം പഠിച്ചിട്ടുണ്ടോ? ഇല്ല.
പിന്നെ നിങ്ങൾ എങ്ങനെ കേരള നടനത്തിന് ജഡ്ജ് ചെയ്യണ്? അപ്പൊ ഒരു സമ്പ്രദായം അവർക്ക് അറിയില്ല. അപ്പൊ അവര് അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം അതല്ല. ഞാൻ മറ്റു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചു, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയണമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ള ജഡ്ജസ് ഉണ്ട്. പിന്നെ ഒരു കുട്ടീനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വരുന്ന ജഡ്ജസ് ആണെങ്കിൽ അവർക്കറിയാം കുട്ടിയുടെ ബുദ്ധിമുട്ട് എന്താന്ന്. അല്ലാത്തവന് അറിയില്ല. സാർ ഇതുവരെയായിട്ടും ജഡ്ജ്മെന്റിന് പോയിട്ടില്ല അല്ലെ? ഇല്ല, ഒരിക്കലും ഞാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വേണ്ടാന്ന് വെച്ചത് തീരുമാനം? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈറ്റീരിയ ഈ ഒരു ജഡ്ജസിന് കൊടുക്കുന്നുണ്ടോ? ഇന്ന കലാരൂപത്തില് ഇന്ന മികവ് നേടിയിട്ടുള്ള ജഡ്ജസിനെ തന്നെയാണോ എല്ലാവരും വിളിക്കുന്നത്? അങ്ങനെയൊക്കെ ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു, ഈ കേരള നടനത്തില് കൂടുതൽ പ്രാഗൽഭ്യം തെളിയിക്കാത്ത ജഡ്ജസിനെയാണ് ഈ കലോത്സവ വേദികളിൽ ഇരുത്തുന്നത്. അത് ഒരു തെറ്റായ ഒരു രീതിയല്ലേ അങ്ങനെയൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും. ഇപ്പൊ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഞാനൊരു ജഡ്ജസിനോട് ചോദിച്ചു, അവർ പഠിച്ചത് MA മോഹിനിയാട്ടാണ്. MA മോഹിനിയാട്ടം പഠിച്ച ഒരു വ്യക്തിക്ക് മോഹിനിയാട്ടത്തെ കുറിച്ച് അറിയാം, ഭരതനാട്യത്തെ കുറിച്ച് ആധികാരികമായിട്ട് അറിയണമെന്നില്ല. എന്നാൽ പക്ഷെ അവർ പഠിച്ചിട്ടുണ്ടാവും. മറ്റുള്ള കലാരൂപങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയണമെന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കലാരൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. അത് ഇന്നതാണ്. ഒരു ആള് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അറിയാം. ഇപ്പൊ മോഹിനിയാട്ടം ഇരുന്ന വ്യക്തിക്ക് ഹസ്തലക്ഷണ ദീപിക പ്രകാരമുള്ള മുദ്രകളാണ് കേരള നടനത്തിന് വരുന്നത്. അതിന് മുദ്രകളെ അറിയാം, പക്ഷെ അതിന്റെ അടവുകളുടെ സന്ദർഭങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഞാനിപ്പോ കണ്ടുവരുന്നത്, ഇപ്പൊ പാസ് ഔട്ട് ചെയ്ത് MA കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ഒരു പുതിയൊരു കഥ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ പിള്ളേർക്ക് അത് അറിയില്ല. കാരണം ആ കഥ എന്താന്ന് പോലും അറിയില്ല. അവര് കളിക്കുന്ന ആ കഥയിലേക്ക് കൊടുക്കുന്ന കഥാപാത്രങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അവർക്ക് അറിയുന്ന കഥയ്ക്ക് വല്ലവരും കളിച്ചാണെങ്കിൽ പ്രൈസ്. അതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ സാർ, ഈ കേരള നടനം ആദ്യമൊന്നും ഈ മത്സരവേദികളിൽ നമ്മൾ കണ്ടിട്ടില്ല. അധികം എല്ലാവരും എന്താ പറയാ പോപ്പുലർ ആയിട്ട് കാണുന്ന ഒരു കലാരൂപമായിട്ട് എല്ലാവർക്കും അറിയായിരുന്നില്ല. ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു വരവ്? ഇത് ആദ്യം ആൺകുട്ടികൾ മോഹിനിയാട്ടം സ്ത്രീ വേഷത്തിൽ കളിച്ചിരുന്നു. കുറെ കാലങ്ങൾ മുമ്പ്. ഇപ്പൊ സിനിമ നടൻ വിനീതൊക്കെ പെൺവേഷം കെട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു മോഹിനിയാട്ടം സ്റ്റേറ്റ് ലെവലൊക്കെ. അങ്ങനെ ഇത് വന്നതിന് ശേഷം എൻ്റെ ഗുരുക്കന്മാർ സാധാരണ മ്യൂസിക് കോളേജിലെ അധ്യാപകരും കൂടിയിട്ട് ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് കേരള നടനം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഇത് മത്സരരംഗത്തേക്ക് വരുന്നത്. 26-27 വർഷങ്ങളായി ഇപ്പൊ മത്സര വേദിയിലേക്ക് വരുന്നത്. അപ്പൊ ആൺകുട്ടികൾ ഈ മോഹിനിയാട്ടം വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്തുകൊണ്ടാണ് ഈ കേരള നടനം ഈ മത്സരവേദിയിലേക്ക് വന്നത്. അതിനുശേഷമാണ് കേരള നടനം മോഹിനിയാട്ടം ആൺകുട്ടികളെ കട്ട് ചെയ്തു. അങ്ങനെയാണ് കേരള നടനം മത്സരവേദിയിലേക്ക് ആൺകുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ കൂടുതൽ ആൺപിള്ളേരിലും കൂടുതൽ പെൺപിള്ളേരാണ് വരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ തുടക്കം മുതലേ കോമൺ കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെ അത് ഈ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ മോഹിനിയാട്ടം കേരള നടനം വേഷം ഇടുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവും, ആൺകുട്ടികൾ വേഷം ഇടുമ്പോൾ വേറെ സൗന്ദര്യം. രണ്ടാണ്, ബോഡി ലാംഗ്വേജ് രണ്ടാണ്. അങ്ങനെ അത് വീണ്ടും സാറന്മാരെല്ലാവരും കൂടി ഇതിന് സെപ്പറേറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും സെപ്പറേറ്റ് ആക്കി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആക്കി. ഇന്ന് ഇപ്പൊ മത്സരവേദിയിൽ 26 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നല്ല മത്സരങ്ങൾ ഇപ്പൊ ഉണ്ട്. ആധികാരികമായിട്ട് കേരള നടനം പഠിച്ചു വരുന്നുണ്ട്. ഗുരുക്കന്മാര് അതിനുവേണ്ടി മെനക്കെടുന്നുണ്ട്. ഇതിന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ കേരള നടനത്തിന്റെ അധ്യാപകർ ഇത് മുമ്പിലേക്ക് വരുന്നുണ്ട്. പല ജില്ലകളിലും ഇതിന്റെ വർക്ക്ഷോപ്പുകളും ഇതാണ് കേരള നടനം. ഒന്നും അറിയാത്ത ആൾക്കാരുണ്ട്, കേരള നടനത്തെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്, അതിന്റെ ചുവടുകളെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ കേരള നടനത്തിന്റെ അധ്യാപകരെല്ലാവരും കൂടി പല ജില്ലകളിലും ഓരോ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന കുറെ ടീച്ചേഴ്സ് വന്ന് ഇപ്പോഴാണ് ഇതാണ് കേരള നടനം എന്ന് പറയുന്നത്. ഈ വേഷവിധാനത്തെ പറ്റി പറയുമ്പോഴാണ് ഈ കലോത്സവ വേദികളിൽ തന്നെ ഈ ഒരു വേഷവിധാനത്തിന് കൂടുതൽ ഒരു മാർക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പൊ ഉണ്ട്. അത് വേഷവിധാനം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വേഷത്തെ നീറ്റായിട്ട് ചെയ്യാം. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ കേരള നടനം കളിക്കുമ്പോൾ പല ജില്ലകളിലും നമ്മൾ കാണുന്നുണ്ട്. അതറിയാതെ കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അപ്പൊ അത് നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കണം. അതിനൊരു മാർക്കുണ്ട്, ആ നീറ്റ്നെസ്സിന് മാർക്കുണ്ട്. ഡ്രസ്സിങ് എന്ന് പറയുന്ന ഒരു കോളം എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം ഇട്ട് വരുന്നതും അത് നീറ്റായിട്ട് ചെയ്യുന്നതിനാണ് മാർക്ക്, അല്ലാണ്ട് സൗന്ദര്യത്തിനല്ല മാർക്ക്. അതിന്റെ വേഷവിധാനങ്ങൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുന്നതും അത് നീറ്റായിട്ട് ചെയ്യുന്നതിനൊരു മാർക്ക്. കാണുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിങ് പെർഫെക്റ്റ് ആയിരിക്കണം. ആ പെർഫെക്റ്റിനാണ് മാർക്ക്.
മോഹിനിയാട്ടം, കേരള നടനം ഇതിനൊക്കെ മെയിൻ ആയിട്ടും എക്സ്പ്രഷൻസ് ആണ്. അഭിനയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇപ്പൊ സാധാരണ ഏറ്റവും കേരളത്തിലെ ഏറ്റവും അഭിനയിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കലാരൂപമാണ് മോഹിനിയാട്ടം, കേരള നടനം എന്ന് എനിക്ക് മനസ്സിലായിരിക്കും. കാരണം അഭിനയിക്കാൻ നന്നായിട്ടുണ്ട്, അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം, കേരള നടനം എന്റെ മനസ്സിൽ. കേരള നടനാണെങ്കിൽ 15 മിനിറ്റാ, കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും. മോഹിനിയാട്ടം 10 മിനിറ്റ് ഉള്ളൂ, അപ്പൊ കുറച്ചുള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടി സഞ്ചരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് കേരള നടനം. നമുക്ക് പുരാണങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്യശാസ്ത്രം ഭരതമുനിയാണ്, അതുപോലെ തന്നെ താണ്ഡവം ശിവനാണ്, എല്ലാത്തിലും പുരുഷ വേഷങ്ങളാണ് അല്ലെ. എന്നാലും നമ്മളുടെ നാട്ടില് ഇപ്പൊ കാണുന്നത് കൂടുതലും കലാരൂപങ്ങളില് കൂടുതൽ മികവ് തെളിയിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്കാണ് കൂടുതലും താല്പര്യം കാണിക്കാനായിട്ട്. എന്തുകൊണ്ട് പുരുഷന്മാർ ഇതിലേക്ക് കടന്നു വരുന്നില്ല? അത് ശരിക്കും നൃത്തം എന്ന് പറഞ്ഞ പരമശിവനിൽ നിന്നാണ്. താണ്ഡവായാലും ലാസ്യായാലും. പക്ഷെ പുരുഷന്മാർ പണ്ട് കാലത്ത് ഇപ്പൊ കുറച്ച് കുറവാണ്. നല്ല ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ, അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കലാകാരന്മാരുണ്ട്. പക്ഷെ അത് നമ്മള് എന്താ പറയാ, പുരുഷന്മാര് എനിക്ക് തോന്നിയതുള്ള അവരുടെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ നൃത്തം പഠിച്ചാൽ അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളൊരു രീതി ഉണ്ട്. പക്ഷെ അതൊക്കെ തെറ്റായ രീതിയാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കലയാണ്. അതിപ്പോ ആ കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആവുമെന്നും ചില പാരന്റ്സ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ആണുങ്ങൾ നൃത്തം പഠിച്ചാൽ ശരീരം അങ്ങനെ ആവും ഇങ്ങനെയാവും. പക്ഷെ അതല്ല, അപ്പൊ പുരുഷന്മാരും ശരിക്കും നല്ല ചടുലമായ നൃത്തങ്ങൾ ചെയ്യുന്നത് ഭംഗി പുരുഷന്മാർക്കാണ്. കാരണം ചെയ്യുന്നതിന് പെർഫെക്ഷൻ കൂടുതൽ വരുന്നത് പുരുഷന്മാർ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പുരുഷനായതുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ പെൺകുട്ടികൾ ചെയ്യുമ്പോൾ അതിനൊരു സൗന്ദര്യം സൗന്ദര്യമാണ് നൃത്തത്തിന്റെ സൗന്ദര്യം. പിന്നെ അവർ കുറച്ചും കൂടി പെൺകുട്ടികൾ കുറച്ചും കൂടി ഡെഡിക്കേറ്റ് ആയിരിക്കും. ഈ മോഹിനിയാട്ടവും കേരള നടനൊക്കെ വ്യത്യാസമായിരിക്കും. ഈ പെൺകുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു ആൺകുട്ടികൾ ചെയ്യുമ്പോൾ. എനിക്കൊരു ഡൗട്ടാണത്. ആൺപിള്ളേർ നമ്മളിപ്പോ മോഹിനിയാട്ടം ഇപ്പൊ ഞാൻ ഇക്കൊല്ലം മത്സരത്തിൽ ഞാൻ കളിച്ചില്ല. മോഹിനിയാട്ടം ആൺവേഷത്തിൽ ചെയ്യുമ്പോൾ അതിന്റെ ചുഴിപ്പുകളും അതൊക്കെ അടവിലുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് ഒരു പുരുഷൻ ചെയ്യുമ്പോൾ അതിനൊരു പരിമിതി ഉണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് സഞ്ചരിക്കണം. അപ്പൊ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ സ്ത്രീ ആകുമ്പോൾ ആ സ്ത്രീയുടെ ഒരു ചേഷ്ടകളാണ് എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങൾ. ആ വല്ലാണ്ട് വൾഗറായിട്ട് പോകുന്നല്ല, ആ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന ഇപ്പൊ കഥകളിൽ സ്ത്രീവേഷം ചെയ്യുന്നുണ്ട്, പുരുഷന്മാരാണ് സ്ത്രീവേഷം ചെയ്യുന്നത്. പക്ഷെ അവർ കൊടുക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ട സംഭവങ്ങൾ മാത്രമേ അത് അവരുടെ ബോഡി ലാംഗ്വേജിൽ ഒതുക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആമ്പിള്ളേര് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കഥകളിയിലൊക്കെ കാണാനായിട്ട് സാധിക്കും, ഈ പുരുഷന്മാരാണ് സ്ത്രീവേഷം കെട്ടുന്നത് പറഞ്ഞു. ദ്രൗപദീനൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിലൊരു വൾഗാരിറ്റി നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിലും ചെയ്യാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു പൂതന മോഷണം ചെയ്യുന്നു, ഒരു കഥ ഉദാഹരണത്തിന് ഒരു പൂതന ഒരു കുട്ടീനെ കൊല്ലണത്, ആ പൂതന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് അവർ കഥകളിക്കാര് ചെയ്യുന്നത് അതിന്റെ ഒരു ചിട്ടയിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിനെ ഒരു പൂതന ഒരു കുട്ടിക്ക് പാല് കൊടുക്കുന്നതും ആ ചേഷ്ടയല്ല ഒരു പുരുഷൻ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ വേറെയാണ്. സ്ത്രീകൾ ലാസ്യ നടനമാണ് ആടേണ്ടത്, താണ്ഡവം അല്ല. ഒരു ഗുരുനാഥൻ പണ്ട് പറഞ്ഞതാണ്. ഇതിന് സമാനമായ ഒരു ഡയലോഗ് ദേവാസുരത്തിലും ഉണ്ട് അല്ലെ. സമൂഹത്തില് പൊതുവെയുള്ള ഈ ഒരു ധാരണ ശരിയാണോ തെറ്റാണോ? മാഷിന്റെ ഒരു അഭിപ്രായം എന്താണ്? നൃത്തത്തിന്റെ 2 വശമാണ്, ലാസ്യവും താണ്ഡവും. അതെ. അപ്പൊ ലാസ്യം ഉണ്ടെങ്കിലും താണ്ഡവം ഉണ്ടാവുള്ളൂ, സ്ത്രീ ഉണ്ടെങ്കിലും പുരുഷൻ ഉണ്ടാവുള്ളൂ. ആ ബോഡി ലാംഗ്വേജ് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് വരുന്ന സന്ദർഭങ്ങളാണ്. അപ്പൊ സ്ത്രീകള് മോഹിനിയാട്ടത്തിൽ താണ്ഡവങ്ങൾ ആടുന്നുണ്ട്, ലാസ്യവും ആടുന്നുണ്ട്. ഇപ്പൊ ഒരു ശിവന്റെ ഒരു ക്യാരക്ടർ വരണമെങ്കിൽ താണ്ഡവാണ്. അവിടെ സ്ത്രീ വരുന്നത് താണ്ഡവമായിട്ടാണ്. അവിടെ നമ്മൾ ക്യാരക്ടർ എന്താ, ശിവനാണ്. ഇപ്പൊ ഒരു ദക്ഷ്യത്തിൽ ഒരു ഭാഗം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ ശിവന് ദേഷ്യം വരുന്ന ഭാഗം അവിടെ താണ്ഡവമാണ്. ആ താണ്ഡവം മോഹിനിയാട്ടത്തില് അഭിനയത്തിന് കൊണ്ടുവരുമ്പോൾ ആ താണ്ഡവമായിട്ടുള്ള ക്യാരക്ടറിലേക്ക് വരണം, പുരുഷനായി വരണം. അവിടെ ശിവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പൗരുഷം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ആ ബോഡിയിൽ നമ്മൾ കൊണ്ടുവരും. അപ്പൊ സ്ത്രീ ഒരു താണ്ഡവം പാടുമ്പോൾ അവര് പരിമിതി ഉണ്ട്, അവരുടെ ബോഡിയിൽ ഇപ്പൊ പുരുഷന്റെ പോലെ വരും. പക്ഷെ ആ ക്യാരക്ടറിനുള്ളിൽ ഒരു ചടുലമായ ഒരു ബലം കൊടുക്കുമ്പോഴാണ് താണ്ഡവമായിട്ട് വരുന്നത്. അതിൽ നിന്നും നമുക്ക് ലാസ്യത്തിലേക്ക് കൊണ്ടുവരാം. രണ്ടും ചെയ്യണം എന്ന് പറയുന്നത് ഒരു നൃത്തം എന്ന് പറഞ്ഞാൽ രണ്ടും വേണം. ലാസ്യം മാത്രമല്ല, മോഹിനിയാട്ടത്തിൽ താണ്ഡവവും കൂടി ഉണ്ട്. ഇപ്പൊ പുരുഷ കഥാപാത്രങ്ങളില്ലാതെ സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഏതൊരു കഥ എടുത്താലും ഒരു പുരുഷന്റെ ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പൊ ആ കഥയിൽ ഇപ്പൊ അത് ചിലർ മോഹിനിയാട്ടം ലാസ്യമായിട്ടുള്ള നൃത്തരൂപമാണ് എന്ന് പറയുമ്പോൾ അതിൽ താണ്ഡവമുണ്ട്, ലാസ്യമുണ്ട്. അതെ.
നൃത്തമാണ് അത്. അത് പെണ്ണായാലും ആണായാലും ഏത് വിധത്തിലും നമുക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും ഒരു പരിമിതികളും ഇല്ല. ഇല്ല. നമ്മൾ കൊടുക്കുന്ന, എന്നെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന നൃത്തം, ഞാൻ ഒരു കഥ ചെയ്യണമെങ്കിൽ ആ കഥയിൽ എന്താണ് ചെയ്യേണ്ടത് അത് മറ്റുള്ളവരെ അവതരിപ്പിച്ച് കാണിക്കാം. അതെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടികൾ, ഞാൻ എൻ്റെ കുട്ടികൾ പഠിച്ചത് നൃത്തം എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് കളിക്കണം. ആസ്വാദനം നമ്മൾ സ്വയം ആസ്വദിച്ചാലും മറ്റുള്ളവർ ആസ്വദിക്കുള്ളൂ, അല്ലാത്തൊരു ആസ്വദിക്കില്ല. അപ്പൊ നമ്മൾ ആ കഥയെ ആസ്വദിക്കുമ്പോഴാണ് ഇന്ന കഥയിലേക്ക് നമ്മൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. മാഷും ശിഷ്യരും ഇപ്പോൾ എത്ര വേദികൾ പങ്കിട്ടിട്ടുണ്ടാവും? ഇത്രയും നാളായില്ലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. എത്ര വേദികൾ പങ്കിട്ടിട്ടുണ്ടാവും? അങ്ങനെ ഞാൻ എണ്ണം നോക്കാറൊന്നുമില്ല. പക്ഷെ പരമാവധി കുറെ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പ്രോഗ്രാം ചെയ്യാറുണ്ട്, ഇപ്പോഴും പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഇപ്പൊ കൂടൻമാണിക്യത്തിലെ എല്ലാ വർഷോത്സവത്തിന് ഞാൻ ചെയ്യാറുണ്ട്. അത് മോഹിനിയാട്ടം ചെയ്യാറില്ല, കേരള നടനം, ഭരതനാട്യം ചെയ്യാറുണ്ട്. പിന്നെ മൂകാംബികയിലും പല വേദികളിലൊക്കെ ഗുരുവായൂരും അവിടെ ഇവിടെയൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്. പിന്നെ ഇനി സാറിന്റെ ഗുരുക്കന്മാരെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്, ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത്, എന്നെ പഠിപ്പിച്ചത് ഒരു പ്രഭാവതി എന്ന് പറഞ്ഞ ടീച്ചറാണ്. അത് കഴിഞ്ഞിട്ട് മുരിയാട് മുരളീധരൻ എന്ന് പറഞ്ഞ മാഷ് എടുത്ത് പോയി. പിന്നെ അങ്ങനെ തൃശ്ശൂർ ജനാർദ്ദൻ മാഷ്, പിന്നെ വാസുദേവൻ നമ്പൂതിരി എന്ന് പറഞ്ഞ മാഷ്, അവർ പലവരും പല കീഴിലും ഞാൻ പഠിച്ചു. സർ, ഇപ്പോ ഈ നമ്മുടെ കുട്ടികളില് ചിലവർക്കൊന്നും എന്താ പറയാ, ഒരു നല്ല രീതിയിൽ പഠിച്ച് മുന്നേറി കലോത്സവ വേദികളിൽ എത്താനുള്ള ഒരു സാഹചര്യം എല്ലാ കുട്ടികൾക്കും കിട്ടുമെന്ന് നമ്മൾക്ക് തോന്നുന്നില്ല, അല്ലെ? ഒരു പൈസയുടെ ഒരു കുറവ് കൊണ്ടായിരിക്കാം, അവരുടെ വീട്ടിലുള്ള അവസ്ഥ കൊണ്ടായിരിക്കാം. എന്നാലും കുട്ടികൾക്ക് നല്ല കഴിവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് മുന്നേറാനുള്ള സാഹചര്യങ്ങളില്ല, അവരുടെ പാരന്റ്സിന് അതിനുള്ള കഴിവില്ല. ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ സാർ പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പൊ ഞാൻ ആദ്യമേ തൃശ്ശൂർ ജില്ലയിൽ ഒരു പയ്യൻ വന്നായിരുന്നു. അവര് സാമ്പത്തികം ഒരു ഘടകമാണ്. പക്ഷെ ഞാൻ ഇന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഞാൻ ആരോടത്തും ഇത്ര വേണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരാളല്ല. നമ്മൾക്ക് ഉള്ളിലുള്ള കല ആര് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്നുണ്ട്, സാമ്പത്തികം വളരെ പാവപ്പെട്ട കുട്ടികൾ ഇപ്പം എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്, വളരെ പ്രശ്നങ്ങളായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ നമ്മളെ അടുത്ത് പഠിക്കാൻ ആഗ്രഹിച്ച് നമ്മളെ വിളിക്കണം, സാറ് പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മളത് ആത്മാർത്ഥതയോടാണ്. ഇപ്പോൾ അവിടെ ഒരു പൈസ അല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു കല മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളാണ് മത്സരരംഗത്ത് ഫസ്റ്റ് മേടിച്ചു വരുന്നത്. അതിനാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ അടുത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട്, മിഡിൽ ക്ലാസ്സും ഹൈ ക്ലാസ്സും എല്ലാ ലെവലിലുള്ള കുട്ടികൾ. പക്ഷേ നമ്മളെല്ലാവർക്കും, ഞാൻ എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും ഞാൻ ഒരേപോലെ കൊടുക്കും. അവിടെ പാവപ്പെട്ടവനോ വലിയവനോ ഒന്നുമില്ല, എൻ്റെ അടുത്ത് എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. ഇനി ഒരു 2 തലമുറയിൽ പെട്ട കുട്ടികളെ സാറിന് അറിയാൻ പറ്റും, അല്ലെ? തീർച്ചയായും. സാറ് ഉള്ള ഒരു സമയത്തെ തലമുറയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കുട്ടികളും അവർ തമ്മിലുള്ള ആ ഒരു കലയിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് ഡെഡിക്കേഷൻ ആയിരുന്നു. ഇപ്പോ ഞാൻ അതാണ് പറഞ്ഞത്, കുറെ കാലങ്ങൾക്ക് മുമ്പ് നല്ല ഡെഡിക്കേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ് മത്സരരംഗത്തെ അല്ലെങ്കിൽ നൃത്തത്തിന്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നൃത്തം പഠിക്കാന്ന് വെച്ചാൽ പഠിക്കും, പക്ഷെ അവർക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആവണമെങ്കിൽ ഇതൊന്നല്ല, ഒരു ക്ലാസിക്കൽ. ഇപ്പൊ ഞാൻ പല മത്സരവേദിയിലും പല കുട്ടികളും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ കുച്ചിപ്പുടിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് സിനിമാറ്റിക് കളിക്കുക, മോഹിനിയാട്ടത്തിന്റെ ഡ്രസ്സ് ഇട്ട് സിനിമ. അപ്പൊ അങ്ങനെ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ പറയാ, അതേ മോഹിനിയാട്ട നർത്തകി ഇങ്ങനെ കളിക്കണേ, അപ്പൊ വൈറല്. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പൊ ഞാൻ പല മത്സരവേദിയിലും ചെല്ലുമ്പോൾ കുട്ടികൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ കുട്ടികൾ മത്സരരംഗത്ത് കൊണ്ടുപോകുമ്പോൾ അവർ അതിന് മാത്രം കോൺസെൻട്രേറ്റ്, അതിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളായിരുന്നു. ഇന്ന് പിള്ളേരും മേക്കപ്പ് ഞാൻ നേരെ നോക്കുമ്പോൾ മൊബൈലാണ്, ഏതെങ്കിലും പാട്ടിട്ടിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കണം. ഇപ്പൊ പിള്ളേർക്ക് റീൽസ് ചെയ്യാൻ, അല്ലാണ്ട് കലയോടുള്ള ഒരു കളിക്കാന്ന് ചോദിച്ചാൽ അന്ന് കളിക്കും. പക്ഷെ കൂടുതൽ കണ്ടുവരുന്നത് ഈ റീൽസിനോടുള്ള ഒരു കമ്പം കൊണ്ടാണ്. പക്ഷെ അത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല, അതൊക്കെ ഇപ്പോഴത്തെ തലമുറകൾ മാറി വരുന്നത്. പക്ഷെ ആ വേഷം ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു വേഷത്തിന് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ കലാരൂപത്തിനൊരു പ്രാധാന്യം. ആ കലാരൂപങ്ങൾക്ക് പ്രാധാന്യം വരുമ്പോൾ ആ കൊടുക്കുന്ന വേഷങ്ങൾക്ക് ഒരു സിനിമാറ്റിക് കളിക്കാനല്ല ആ വേഷം കിട്ടിയത്, അതിലേക്ക് വേറെ റിലീസ് ചെയ്തോട്ടെ. ഇപ്പോഴത്തെ തലമുറകൾക്ക് അധികം റീൽസിനോട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സ് അത് വെച്ചിട്ട് ഡയലോഗ്സ് പറയുന്നത്. ഇപ്പൊ ഞാൻ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കാഴ്ചയാണത്. അപ്പോഴത്തെ ജനറേഷന്റെ പോക്ക് അതാണ്. പബ്ലിസിറ്റി, സമൂഹത്തിന് നല്ലത് കൊടുത്താൽ ആരും ഇന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ വൈറലായി.
ഇത്രയും നേരം ആ ഒരു കലയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്ന സന്തോഷ് മാഷിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? കുട്ടികൾ നല്ല രീതിയിൽ കലയോ സ്പോർട്സോ ഉണ്ടെങ്കിൽ അവർ നല്ല കുട്ടികളായിട്ട് ഇന്ന് മാറിപ്പോണുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അതാണ് ഞാൻ കുട്ടികളെ എന്തെങ്കിലും നൃത്തമാവണമെന്നില്ല, ഈ കല എന്തായാലും അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കി പഠിക്കണം എന്നാണ് എനിക്കുള്ള അഭിപ്രായം. അത് നല്ല രീതിയിൽ നന്നായി വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഒരു കലാകാരൻ എന്നതിലുപരി ഒരു വ്യക്തി ജീവിതത്തിൽ നേടേണ്ട എല്ലാ കാഴ്ചപ്പാടുകളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്ന സന്തോഷ് മാഷിന് ചാനൽ മലയാളത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി പറയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു.